ഇനി ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവശേഷിക്കുന്നത് 36 ആനകൾ മാത്രമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആനകൾ സ്വന്തമായുള്ള ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കഴിഞ്ഞ ആഴ്ച ഗോപികണ്ണൻ എന്ന ആന ചെരിഞ്ഞതോടെയാണ് ആനകളുടെ എണ്ണം 36 ചുരുങ്ങിയത്. 2000-ന്റെ തുടക്കത്തിൽ 63 ആനകൾ സ്വന്തമായി ഉണ്ടായിരുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ആനകളുടെ എണ്ണത്തിൽ ഗണ്യമായി കുറവുണ്ടായത്. ഇതിൽ 3 പിടിയാനകളും ഒരു മോഴ ആനയുമാണുള്ളത്. ബാക്കിയുള്ള ആനകളിൽ 5 എണ്ണത്തിനെ സ്വഭാവദോഷം കാരണം പുന്നത്തൂർ ആനക്കോട്ടയ്ക്ക് പുറമെ കൊണ്ടുപോകാറില്ല. അവശേഷിക്കുന്ന 20 ആനകളെ ഉപയോഗിച്ചാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ നിത്യചടങ്ങുകളും പുറമെയുള്ള ഉത്സവ പരിപാടികളും നടത്തുന്നത്. ആനകളുടെ എണ്ണം കുറയുന്നത് ആനപ്രേമികളെയും ഭക്തരെയും ഒന്നുപോലെ ആശങ്കയിലാക്കുന്നുണ്ടെങ്കിലും ക്ഷേത്രങ്ങളിലേക്ക് ആനകളെ നടയിരുത്തുന്നതിന് അനുകൂലമായ യാതൊരു നടപടിയും ആരും സ്വീകരിക്കുന്നില്ല. ഏതെങ്കിലും ഒരു ഭക്തൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനയെ നടക്കിരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആനയ്ക്ക് തത്തുല്യമായ വില ക്ഷേത്രത്തിൽ നൽകി ക്ഷേത്രത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ആനയെ വെച്ച് ചടങ്ങുകൾ പൂർത്തിയാക്കുകയാണ് പതിവ്. സുപ്രീം കോടതിയുടെ അനുകൂല വിധിയുണ്ടായിട്ടും കേരളത്തിലേക്ക് ആനകളെ കൊണ്ടുവരാൻ സാധിക്കാത്തത് മൃഗസ്നേഹികൾ എന്ന ലേബിൾ അറിയപ്പെടുന്ന ചിലരുടെ ശ്രമഫലമായാണ്. ആനകളെ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്നത് തടയുവാനായി ലക്ഷക്കണക്കിന് രൂപ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ടെന്ന് പല ക്ഷേത്ര കമ്മിറ്റിക്കാരും ആരോപിച്ചിട്ടുണ്ടെങ്കിലും ഇന്നുവരെ അതിന്റെ പേരിൽ യാതൊരുവിധ അന്വേഷണവും നടത്തിയിട്ടില്ല. കേരളത്തിലെ 90% ക്ഷേത്രങ്ങളും ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്നതാണ്. ഇതിന്റെ തലപ്പത്തുള്ള നേതാക്കളാകട്ടെ കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ അംഗങ്ങളാണ്. ഇവർ വിചാരിച്ചാൽ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ആനകളെ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിന് അനുകൂലമായ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും. എന്നാൽ ക്ഷേത്രങ്ങൾ വെറും ഒരു വ്യവസായശാല പോലെ കാണുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കും ക്ഷേത്രങ്ങളിലേക്ക് ആനകളെ കൊണ്ടുവരുന്നതിൽ യാതൊരു താല്പര്യവുമില്ല. ദേവസ്വം ബോർഡിന്റെ കീഴിൽ ഇനി അവശേഷിക്കുന്നത് ഏതാനും ആനകൾ മാത്രമാണ്. അവയ്ക്കാകട്ടെ സീസണിൽ ഒരു ദിവസത്തേക്ക് 50,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ നൽകേണ്ടി വരും. എന്നാൽ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ഉത്സവ സമയത്ത് ആനകളുടെ ദൗർലഭ്യമുണ്ടാകുമ്പോൾ ആനകളുടെ പ്രതിദിന വാടകയായി ദേവസ്വം നൽകുന്നത് വളരെ തുച്ഛമായ തുകയാണ്. ബാക്കി പണം ക്ഷേത്ര കമ്മിറ്റിക്കാർ നാട്ടുകാരിൽ നിന്നും പിരിച്ചാണ് ആനകളെ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷം അതിരൂക്ഷമായി നടക്കുന്ന ഇക്കാലത്ത് കാട്ടിൽ നിന്നും നാട്ടിലേക്കിറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാട്ടാനകളെ പിടികൂടി മനുഷ്യർക്ക് ഉപകാരപ്രദമാകുന്ന വിധത്തിൽ പ്രയോജനപ്പെടുത്താവുന്നതേയുള്ളൂ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മലയോര കർഷകരടക്കം കാട്ടാനകളുടെ ശല്യത്തിൽ ബുദ്ധിമുട്ടുന്നവർക്കും നാട്ടാനകളുടെ ക്ഷാമം കാരണം ക്ഷേത്രോത്സവങ്ങൾ നടത്താൻ പറ്റാത്ത അവസ്ഥയുള്ളവർക്കും ആശ്വാസമാകും. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കാട്ടിൽ കൊല്ലപ്പെടുന്ന കാട്ടാനകളുടെ എണ്ണത്തിലും വൻ വർധനവുണ്ട്. കാട്ടിൽ കൊമ്പനാനകളുടെ എണ്ണം കൂടുമ്പോൾ അവർ പരസ്പരം ആക്രമിക്കുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. അതുകൂടാതെ തന്നെ കഴിഞ്ഞ ദിവസമാണ് വയനാട്ടിൽ ഒരു കൊമ്പനാനെ ഷോക്കേറ്റ് ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ഇത്തരം ദുർമരണങ്ങളിൽ നിന്നും ആനകളെ രക്ഷിക്കുവാനും കാട്ടാനകളുടെ ശല്യത്തിൽ പൊറുതിമുട്ടുന്ന ജനങ്ങൾക്ക് സംരക്ഷണം നൽകുവാനും പ്രശ്നക്കാരായ കാട്ടാനകളെ കണ്ടെത്തി പിടികൂടി നാട്ടാന ആക്കേണ്ടത് അത്യാവശ്യമാണ്.